Hey guys, welcome back. So guys, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ കളിക്കാൻ പറ്റിയ കുറച്ച് കിഡിലൻ ഗെയിംസ് ആണ്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന എല്ലാ ഗെയിംസും പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കുറച്ച് ഗെയിംസ് ഒക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഒക്കെ ഉള്ള അത്യാവശ്യം നല്ലൊരു ഗ്രാഫിക്സ് ഒക്കെ ഉള്ള ഗെയിംസ് ആണ്. അപ്പോൾ എല്ലാ ഗെയിംസിനെയും ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് വന്ന് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ അവിടെ നിന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ എന്താണ് ആ ഒരു ഗെയിംസ്, എങ്ങനെയാണ് കളിക്കുന്നതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഒന്നാമത്തെ ഗെയിം എന്ന് പറയുന്നത് ഇതാണ്. ആ ഒരു ഗെയിം എന്ന് പറയുന്നത് ഇത് നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതായിരിക്കും അതിൻ്റെ ഇന്റർഫേസും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. മെയ്ഡ് വിത്ത് യൂണിറ്റി അതിൻ്റെ കാര്യങ്ങളൊക്കെ വരും. അതുപോലെ നിങ്ങൾക്ക് ഇതേപോലെ കണ്ടിന്യൂ ന്യൂ ഗെയിം സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ന്യൂ ഗെയിം കൊടുക്കുക, നമ്മൾ എന്ത് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഓക്കെ കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ഇന്റർഫേസിലേക്കായിരിക്കും വരിക. ഇതാണ് ആ ഒരു ഗെയിം എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കൺട്രോളിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ ജമ്പ്, റോള്, ഡ്രോപ്പ്, അതേപോലെ ക്രൗച്ച്, ക്രൗൾ എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ പോസ് ചെയ്യാനുള്ളതുണ്ട്, അതുപോലെ ഹെൽപ്പും ഉണ്ട്. നമ്മൾ ഇതേപോലെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇതാണ് നമ്മുടെ മൂവിങ് ബട്ടൺ. നമ്മൾ ഇതേപോലെ ജമ്പ് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ ആദ്യത്തെ കളിയായതുകൊണ്ട് എന്ത് ചെയ്യും, ഇവിടെ ഗൈഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളിത് നോക്കി കളിക്കാം. നമ്മൾ ഇതേപോലെ ജസ്റ്റ് മൂവ് ചെയ്ത് പോവുക. അതായത് നമുക്ക് ഇതേപോലെ ഈ ഒരു സ്ഥലത്ത് നിന്ന് സർവൈവ് ചെയ്ത് പോകണം. അതിനുള്ള കാര്യങ്ങളൊക്കെ അവർ ഇവിടുന്ന് തന്നെ തരും. ഇതേപോലെ നമുക്ക് കുറച്ച് സേവ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ റോൾ ചെയ്ത് പോകണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബേസിക്കലി ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് ഇത് നമ്മളൊരു സ്ഥലത്ത് വെട്ടിയിരിക്കുകയാണ്. ഈ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, പുറത്തേക്ക് വരികയാണ് ചെയ്യേണ്ടത്. അവിടെ നമുക്ക് കുറേയധികം ടാസ്കും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടാവും. അതിൽ കുറേയധികം മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ പോവുകയാണ് വേണ്ടത്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ കളി നമുക്ക് എല്ലാ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും തരുന്നുണ്ടാവും. അതായത് എന്തൊക്കെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്, അതേപോലെ എങ്ങനെയാണ് മൂവ്മെൻറ്റ് ഇതൊക്കെ ഉള്ളത് ഇവരിവിടെ കറക്റ്റായിട്ട് കാണിച്ചു തന്നിട്ടുണ്ടാകും. നമ്മൾ അതുപോലെ മൂവ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമ്മുടെ ഗെയിം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഗെയിമിൽ ആഡ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആഡ്സ് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ക്രെഡിറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അതായത് ഇതിലുള്ള കോയിൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുപോലെ ഒരു സ്ഥലത്തൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ മൂവ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കാണിക്കും. ഇത് ഇപ്പോൾ അറ്റാച്ച് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ മൂവ് ചെയ്യുക. കുറച്ച് ലോജിക്കലി തിങ്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഗെയിം കളിക്കുക. അപ്പോൾ ഈ ഒരു ഗെയിം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഗെയിം ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്ത് കളിച്ചു നോക്കാം. ലിങ്ക് ഞാൻ വന്ന ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗെയിം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം. അതുപോലെ നിങ്ങൾ ഓൾറെഡി ഈ ഒരു ഗെയിം കളിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഗെയിം എന്ന് പറയുന്നത് അമേരിക്കൻ മാർക്സ്മാൻ എന്നാണ് ആ ഒരു ഗെയിമിൻ്റെ പേര്. നമ്മൾ ഗെയിം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു ലോഡിംഗ് സ്ക്രീനും കാര്യങ്ങളൊക്കെ ആയിരിക്കും ആദ്യം നിങ്ങൾക്ക് ഉണ്ടാവുക. ഇവിടെ നിങ്ങൾ ഫോർ ബെസ്റ്റ് എക്സ്പീരിയൻസ് ഹെഡ്ഫോൺ യൂസ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഗെയിമിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ട്യൂട്ടോറിയൽസും കാര്യങ്ങളൊക്കെ അവർ കാണിച്ചു തരുന്നുണ്ടാവും. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻ്റർഫേസ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കിയോണ്ടാണ് ഇതുപോലെ ഫസ്റ്റ് തന്നെ ഇതുപോലെ ഇൻ്റർഫേസ് വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൺ സ്റ്റോർ, ലോക്കർ, സ്കില്ല്, വെഹിക്കിൾ, ഫാം അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ അധികം ഓപ്ഷൻസും കാര്യങ്ങളുണ്ട്. നമ്മൾ ജസ്റ്റ് ഈ ഹണ്ടിലേക്ക് വരിക. നിങ്ങൾക്ക് ഇവിടെ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. കരിയർ ഉണ്ട്, ഫ്രീ ഹണ്ട് ഉണ്ട്, അതേപോലെ ഗൈഡഡ് ഹണ്ട് ഉണ്ട്. അങ്ങനെ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ഇപ്പോൾ ജസ്റ്റ് കരിയർ എടുക്കുകയാണ്. നമ്മൾ ലെവൽ 2ലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മൾ സ്റ്റാർട്ട് ട്രയൽ കൊടുത്തു കഴിഞ്ഞാൽ ഗെയിം ലോഡാകും. ഇത് മെയിൻലി പറഞ്ഞാൽ നമുക്കൊരു ഗൺ ഉണ്ടാവും, നമ്മളൊരു ഹണ്ട് ചെയ്യുക. അതാണ് സംഭവം എന്ന് പറയുന്നത്. നമ്മളൊരു കാട്ടിൽ പോയിട്ട് ഹണ്ട് ചെയ്യാണ് വേണ്ടത്. നമുക്ക് ഹണ്ട് ചെയ്ത് കിട്ടുന്ന മീറ്റ് നമുക്ക് സെയിൽ ചെയ്ത് നമുക്ക് കോയിൻസും കാര്യങ്ങളൊക്കെ കിട്ടും. ആ ഒരു കോയിൻസൊക്കെ വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗണ്ണും കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്യാനൊക്കെ പറ്റും. ഇതാണ് നമ്മുടെ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. ഇവിടെ സൈഡിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബൈനോക്കുലറൊക്കെ ഉണ്ടാവും. നമ്മൾ ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുക, എങ്ങനെയാണോ ഒരു വേട്ടക്കാരൻ നമ്മളെ എരേനെ നോക്കുന്നത് അതുപോലെ നിങ്ങൾ ഈ ഒരു ബൈനോക്കുലർ വെച്ചിട്ട് എന്ത് ചെയ്യുക, ചുറ്റും നോക്കുക. then ഒന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ മൂവ് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ ഗെയിം എന്ന് പറയുന്നത്. ഇത് മൂവ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ, ഞാൻ എവിടെയെങ്കിലും ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഒരു ടാർഗറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇതേപോലെ എയിം ചെയ്യുക. ദെൻ നിങ്ങൾക്ക് ഇവിടെ ഹോൾഡ് ബ്രത്ത് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളത് എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കുക, അല്ല നിങ്ങൾക്ക് ഡയറക്റ്റ് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യുക. ഇതുപോലെ എടുക്കുക, ദെൻ ഇതേപോലെ ഷൂട്ട് ചെയ്യുക. നമുക്ക് ഒറ്റ ടാർഗറ്റ്, അതായത് ഒറ്റ വെടിക്ക് തന്നെ തീർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒറ്റ വെടിക്ക് തന്നെ കൊടുക്കുക. കാക്കെല്ലാം വെച്ച് കഴിഞ്ഞാൽ അത് റൺ ചെയ്യുന്നതായിരിക്കും, അതായത് അത് ഓടിപ്പോവും. മനസ്സിലായില്ലേ? ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ടാർഗറ്റ് നമ്മൾ ഷൂട്ട് ചെയ്ത ആ ഒരു ടാർഗറ്റിൻ്റെ അടുത്തേക്ക് വരെ ഇവിടെ കളക്ട് എന്നുള്ള ആ ഒരു ബട്ടൺ വന്നിട്ടുണ്ട്. ഇവിടെ തന്നെ സെല്ലാവും എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ സെല്ലാവും. അല്ലാതെ സെല്ല് ഏറ്റെന്നാണെങ്കിൽ പിന്നെ സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ സെല്ല് ചെയ്യുക. അതുപോലെ ഒരു ആഡ് കണ്ടു ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ $74 എന്നുള്ളത് അതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, ദെൻ ഇതാണ് ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് മെയിനായിട്ട്. ഇതേപോലെ നിങ്ങൾ ഓരോ ഹണ്ടിങ് ചെയ്തിട്ട് അത് അതായത് കിട്ടുന്ന ആ ഒരു സംഭവം വിറ്റിട്ട് ക്യാഷ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഒരു ഗെയിം എന്ന് പറയുന്നത്. സോ ഈ ഒരു ഗെയിം അത്യാവശ്യം നല്ല രീതിക്ക് ഒരു കളിക്കാൻ പറ്റിയൊരു ഗെയിം തന്നെയാണ്. ഇതിലിപ്പോൾ നിങ്ങൾ മെയിൻ മെനുവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയ ഗോൾഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. നിങ്ങൾ ഗൺ സ്റ്റോറിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൺസും കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്യാനൊക്കെ പറ്റും. കണ്ടില്ലേ, ഇവിടെ കുറേ അധികം ഗൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഗൺസിനും കുറേ അധികം എബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അതൊക്കെ സെറ്റ് ചെയ്യുക. അതുപോലെ ലോക്കർ, സ്കില്ല് എന്നൊക്കെ പറഞ്ഞ് കുറേ അധികം ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ ഇതൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്.
അതുപോലെ നിങ്ങൾക്ക് വെഹിക്കിൾസ് വേണമെന്നുണ്ടെങ്കിൽ വെഹിക്കിൾസ് യു ഡോണ്ട് ഹാവ് വെഹിക്കിൾസ് എന്നാണുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡീലർഷിപ്പ് പോയാൽ വെഹിക്കിൾസും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനും പറ്റും. അങ്ങനെ കുറേ അധികം ഓപ്ഷൻസ് ഉള്ള ഒരു കിഡിലെ ഗെയിമാണ് ഇത് എന്ന് പറയുന്നത്. ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഒന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങളൊന്ന് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തൊന്ന് കളിച്ച് നോക്കുക. നിങ്ങൾ ഓൾറെഡി ഒരു ഗെയിം കളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയാനും മറക്കണ്ട. അപ്പോൾ നമ്മുടെ അടുത്തൊരു ഗെയിം എന്ന് പറയുന്നത് ഡാർക്ക് വാർ എന്നാണ് ആ ഒരു ഗെയിമിൻ്റെ പേര് വരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ആ ഒരു ഗെയിം എന്ന് പറയുന്നത്. നമ്മൾ ഡാർക്ക് വാർ എന്നുള്ള ആ ഒരു ഗെയിം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതായിരിക്കും അതിൻ്റെ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഞാനിപ്പോൾ ഓൾറെഡി കളിച്ചുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഇതിലെന്ന് പറയുന്ന ഒരു സ്റ്റോറി മോഡ് പോലെയാണ് വരുന്നത്. നിങ്ങൾ ഇയർഫോൺസ് ഒക്കെ വെച്ച് കളിക്കണം, അതായത് ഹെഡ്ഫോൺസും കാര്യങ്ങളൊക്കെ വെച്ച് കളിച്ചാൽ കുറച്ചും കൂടി ഇതായിട്ടുണ്ടാവും. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു കോൺവെർസേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അതായത് ഇവർ ഇവിടെ സംസാരിക്കുന്നുണ്ടാവും, ഇവിടെ കുറേ ആൾക്കാരുണ്ട്, ഇവർ സംസാരിക്കുന്നുണ്ടാവും. ഈ ഒരു ഗെയിമിൻ്റെ തീം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് ആൾക്കാർ ഒരു കാടിൻ്റെ സെൻറ്ററിൽ പെട്ടിരിക്കുകയാണ്. ഈ ഒരു കാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോംബീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സോംബീസിന് സർവൈവ് ചെയ്യാണ് നമ്മൾ വേണ്ടത്. ഇവിടെ കുറേ അധികം ടാസ്കും കാര്യങ്ങളൊക്കെ നമുക്ക് വരും. ഇവിടെ ബിൽഡ് നമ്പർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറേ അധികം വുഡും കാര്യങ്ങളും, അതായത് ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് കുറേ വുഡും കാര്യങ്ങളും കോയിൻസ് ഒക്കെ കിട്ടും. അത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു സ്ഥലം എക്സ്പാൻഡ് ചെയ്ത് വരെയാണ് നിങ്ങൾ വേണ്ടത്. അതായത് ഇപ്പോൾ ഇവിടെ ഞാൻ കിച്ചൺ, അതേപോലെ റൂം, അതുപോലെ ഹണ്ടർ ഹട്ട്, അങ്ങനെ കുറേ അധികം സംഭവങ്ങൾ ഞാൻ ഇപ്പോൾ ഓൾറെഡി ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ കളിച്ച് വരുന്നതിനനുസരിച്ച് ഈ ഒരു ഹഡിലേക്ക് ആൾ വന്നുകൊണ്ടിരിക്കും. അതായത് നിങ്ങൾ ഈ ഒരു ടെൻറ്റിലേക്ക് കുറേ കൂടി ആളുകൾ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഇപ്പോൾ സോംബി ക്ലിയർഡ് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ കുറേ അധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് ആകുമ്പോൾ സോംബീസ് ഒന്ന് അറ്റാക്ക് ചെയ്യും, നിങ്ങൾ അവിടെ സർവൈവ് ചെയ്യാണ് വേണ്ടത്. ഇവിടെ കുറേ അധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബെല്ല് മൊത്തത്തിൽ അവർ തന്നെ നിങ്ങൾക്ക് പറഞ്ഞത് ഇത് എങ്ങനെയാണ് കളിക്കേണ്ടത് എന്നുള്ളത്. അതുപോലെ തന്നെ ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും കോൺവെർസേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. മനസ്സിലായില്ലേ? ഒരുപാടധികം കോൺവെർസേഷൻസ് ഒക്കെ വരുന്ന ഒരു കിഡിലെ സ്റ്റോറി മോഡ് ഗെയിമാണ് ഇത് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കാനും പറ്റും. ഇവിടെ ടൈം, കാര്യങ്ങൾ, വുഡ്, എത്ര കോയിൻസ് ഉണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് അവിടെ കുറേ അധികം മെസ്സേജസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് നോക്കിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കാൻ പറ്റിയ ഒരു കിഡിലെ ഗെയിം തന്നെയാണ് ഇത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങൾ അവിടെ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കളിച്ച് നോക്കുക. ഓൾറെഡി ഒരു ഗെയിം ആരെങ്കിലും കളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായം ഒരു കമന്റ് സെക്ഷനിൽ പറയാനും മറക്കണ്ട. അപ്പോൾ നമ്മുടെ അടുത്തൊരു ഗെയിം എന്ന് പറയുന്നത് ഒരു റേസിംഗ് ഗെയിമാണ്. ഗെയിമിന്റെ പേര് വരുന്നത് ഡ്രൈവ് എക്സ് എന്നാണ്. അപ്പോൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു ഇന്റർഫേസും കാര്യങ്ങളൊക്കെ കിട്ടും. ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻവയോൺമെന്റ്, അങ്ങനെ കുറേ അധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്ട് അവരുടെ തന്നെ ഡിസ്കോഡ്, അതേപോലെ യൂട്യൂബ്, അതേപോലെ ടെലഗ്രാം ചാനൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറേ അധികം ട്രാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്നുള്ളതൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഫസ്റ്റ് ട്രാക്ക് തന്നെയാണ് എടുക്കുന്നത്. ഇവിടെയും കുറേ അധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ ഇത് ഈ ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോഡിംഗ് സ്ക്രീൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ കാറ് കാര്യങ്ങളൊക്കെ വരും. ഇവിടെ സ്റ്റാർട്ട് എഞ്ചിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇത് ആക്സിലേറ്റർ, ഇത് ബ്രേക്ക്, ഇതുപോലെ മൂവ്മെൻറ്റ്. നമ്മൾ എന്ത് ചെയ്യുക, എൻജിൻ സ്റ്റാർട്ട് ചെയ്യുക, വണ്ടി എടുക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഗെയിം എന്ന് പറയുന്നത്. ഇവിടെ കുറച്ചധികം ടൈം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ കുറച്ചധികം ഉണ്ടല്ലേ ആ ഒരു പച്ച സംഭവമില്ലേ, അത് ട്രാക്ക് ചെയ്ത് വേണം നമ്മൾ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് കളിക്കാൻ പറ്റിയ ഒരു കിഡിലെ ഗെയിമാണ് ഇത് എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ കയ്യിൽ ലാഗ് ആവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ കുറേ അധികം ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോക്ക് വേണ്ടി ചെയ്തിട്ട്, അതായത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉള്ളതുകൊണ്ടാണ് അത്യാവശ്യം നല്ല രീതിക്ക് ലാഗും കാര്യങ്ങളും വരുന്നത്. അല്ലാണ്ട് നിങ്ങൾ കളിക്കുന്ന ടൈമിൽ അത്യാവശ്യം നല്ല രീതിക്ക് സ്മൂത്ത് ആയിട്ട് കളിക്കാൻ പറ്റിയ കിഡിലെ ഒരു ഗെയിമാണ് ഈ ഒരു റേസിംഗ് ഗെയിം എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ഇതിൻ്റെ സെറ്റിംഗ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്യാമറ ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡ്രൈവിംഗ് മോഡ്, അതായത് ഇപ്പം POV, നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് ചെയ്യുന്ന ഡ്രൈവിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾ റീട്രൈ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യത്തെ ആ ഒരു പോർഷനിലേക്ക് തന്നെ വരുന്നതാണ്. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്റേ എന്നുള്ള ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാറിൻ്റെ ഫുൾ സ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. അങ്ങനെ കുറേ അധികം ഓപ്ഷൻസ് ഒക്കെ ഉള്ള അത്യാവശ്യം നല്ല കിഡിലായിട്ട് കളിക്കാൻ പറ്റിയ നല്ലൊരു ഗെയിമാണ് ഇത് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഒന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നിങ്ങളൊന്ന് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തൊന്ന് കളിച്ച് നോക്കുക. അപ്പോൾ നമ്മുടെ ഫൈനലായിട്ടുള്ള ഗെയിം എന്ന് പറയുന്ന ഒരു സോംബി സർവൈവൽ ഗെയിമാണ്. ഗെയിമിൻ്റെ പേര് എന്ന് പറയുന്നത് സോംബി ക്ലോ 4 എന്നാണ് ഗെയിമിൻ്റെ പേര് വരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ഓപ്ഷൻ ആയിരിക്കും ആദ്യം തന്നെ ഉണ്ടാവുക, എക്സിറ്റ്, അതേപോലെ പ്ലേ. നമ്മൾ പ്ലേ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ അധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ലെവൽ 1 ഓൾറെഡി കളിച്ചു വന്നാൽ ലെവൽ 1 തന്നെ കളിക്കുക. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ റൂമിൻ്റെ ഉള്ളായിരിക്കും ഉണ്ടാവുക. നമ്മുടെ കയ്യിലൊരു ഗൺ ഉണ്ടാവും. നമ്മൾ ഇതേപോലെ മൂവ് ചെയ്യുക. ഇവിടെ കൈയുടെ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഡോർ ഓപ്പൺ ചെയ്യാനുണ്ടാവും. ഇതേപോലെ നമ്മൾ മൂവ് ചെയ്യുന്ന സമയത്ത് കുറേ അധികം ഡോർസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ അധികം സോംബീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ഇതേപോലെ ഷൂട്ട് ചെയ്യുകയാണ് വേണ്ടത്. റീലോഡും കാര്യങ്ങളൊക്കെ വരും. അതുപോലെ തന്നെ വേഗം തന്നെ നമ്മൾ ആ ഒരു എനിമീനെ ഡൗൺ ആക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡൗൺ ആവുന്നതാണ്. അതുപോലെ നമ്മളിപ്പം 1 2 3 അങ്ങനെ കുറേ അധികം ഓപ്ഷൻ കണ്ടില്ല. നമ്മൾ മുമ്പിലോട്ട് പോകുന്നതിനനുസരിച്ച് കുറേ അധികം എനിമീസ് കൂടുതലായിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത്യാവശ്യം നല്ല രീതിക്ക് മൂവ്മെൻ്റ് ഒക്കെ ഇട്ടിട്ട് കളിക്കേണ്ടി വരും. കണ്ടില്ല, ഓരോരോ ആൾക്കാരൊക്കെ പല രീതിയിലായിരിക്കും വരുന്നുണ്ടാവും. നമ്മൾ നല്ല രീതിക്ക് ഷൂട്ട് ചെയ്യേണ്ടി വരും, നല്ല രീതിക്ക് മൂവ്മെൻറ്റ് ഇടേണ്ടി വരും. ഞാനിപ്പോൾ രണ്ടും ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് മൂവ്മെൻറ്റ് ഇടാൻ പറ്റാത്തത്. ഓക്കെ,
ഇതേപോലെ നമ്മൾ മൂവ്മെൻ്റ് ഒക്കെ ഇട്ട് അത്യാവശ്യം നല്ല രീതിക്ക് കളിക്കേണ്ട ഒരു കിടിലൻ ഗെയിമാണ്. ഇപ്പോൾ നമ്മൾ മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് എനിമീസും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നൊക്കെയോ വരുന്നുണ്ട്. എനിമീസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെഡ് ഷോട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ തന്നെ ഡൗൺ ആവുന്നതാണ്. നമ്മുടെ എൻ പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ എൻ പോയിന്റ് എന്ന് പറയുന്നത് ഇതേപോലെ ഒരു ബ്ലാക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ എൻ പോയിന്റ് ആയി. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ ലെവലിലേക്ക് വന്നിട്ടുണ്ട്. അതായത് ഒന്നാമത്തെ ലെവൽ കഴിഞ്ഞ് നമ്മൾ രണ്ടാമത്തെ ലെവലിലേക്ക് വന്നിട്ട് നമ്മൾ രണ്ടാമത്തെ ലെവലിലേക്ക് പോകുന്ന സമയത്ത് കുറച്ചും കൂടെ ഒരു ഇതായിരിക്കും നമ്മുടെ ഒരു ഗെയിം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ ലെവലിലേക്ക് വരുന്ന സമയത്ത് നമ്മളെ ഗണ്ണും കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. അതുപോലെ ലൊക്കേഷനും അത്യാവശ്യം നല്ല രീതിക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ എനിമീസും കാര്യങ്ങളൊക്കെ കുറേ അധികം വരാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങളിത് എന്ത് ചെയ്യുക, കളിച്ച് മുമ്പോട്ട് പോകുന്ന സമയത്ത് നേരത്തെ പോലെ ഒരു എൻ പോയിന്റിലെത്തും. അത് എത്തുന്ന ടൈമിൽ തന്നെ നമ്മൾ മൂന്നാമത്തെ ലെവലിലേക്ക് കടക്കും. അങ്ങനെ കുറേ അധികം ലെവൽസ് ഒക്കെ ഉള്ള കിഡിലെ ഒരു ഗെയിമാണ് ഇത് എന്ന് പറയുന്നത്. സോ നിങ്ങൾ എന്തായാലും ട്രൈ ഔട്ട് ചെയ്താക്കുക. ഓരോ ലെവൽ കഴിയുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഓരോ അധികം സ്കില്ല് അതുപോലെ ഗൺ അപ്ഗ്രേഡ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളോട് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്തൊന്ന് കളിച്ച് നോക്കുക. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ 5 ഗെയിംസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുന്നുണ്ട്. ആ ഒരു ഗെയിംസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ വന്ന് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഡൗൺലോഡ് ചെയ്തൊന്ന് കളിച്ച് നോക്കുക. ഇനി ഇതേപോലുള്ള കൂടുതൽ കണ്ടന്റ്സ് ആയിരിക്കും നമ്മുടെ ചാനലിൽ വരാൻ പോകുന്നത്. സോ നിങ്ങൾ എന്തായാലും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കുക.